ഫ്രണ്ട്സ്, മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്, ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. കാരണം ഇതിൽ നമ്മൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമാകുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളിവിടെ കവർ ചെയ്യുന്നത് 3 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 72/2025 ഇതൊരു നോട്ടിഫിക്കേഷനാണ് ഹൈക്കോർട്ട് ഓഫ് മദ്രാസിൻ്റെ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് 71/2025. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ കാണാം 73/2025. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഓൺലൈൻ അപേക്ഷയൊക്കെ സെയിം ഒറ്റ ഇതിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് 72/2025 ഇത് വന്നിരിക്കുന്നത് നമുക്ക് കാണാം April 6 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 5/5/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഫീ അടയ്ക്കേണ്ട അവസാന തീയതി 6/5 വരെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, അതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാം ചോപ്ഡാർ, അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ്. ഇത് ചോപ്ഡാർ എന്ന് പറഞ്ഞ ഒരു അറ്റൻഡൻറ്റ് എന്നൊക്കെ പോലെയുള്ള ഒരു പോസ്റ്റാണ് കേട്ടത്. പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, അതുപോലെ റൂം ബോയ്, ഇത്രയും വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചത് നിങ്ങൾക്ക് 72/2025 ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് 73/2025. ഈ 2 നോട്ടിഫിക്കേഷനും ഒരൊറ്റ എക്സാമാണ്. എന്നാൽ 71/2025 ഈ നോട്ടിഫിക്കേഷൻ വേറെ തന്നെയാണ്. ഓക്കെ, ഈ ഒരു നോട്ടിഫിക്കേഷൻ വേറെ തന്നെയാണ്. ഇതിൻ്റെ എക്സാമൊക്കെ വരുന്നത്, ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന നമ്മളിപ്പോൾ ഇവിടെ 72/2025 എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ 73/2025 എന്ന് പറയുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെയും എക്സാം ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്വീപ്പർ, ഗാർഡനർ, അതുപോലെ വാട്ടർമാൻ, അതുപോലെ സാനിറ്ററി വർക്കർ ആൻഡ് വാച്ച്മാൻ തുടങ്ങിയിട്ടുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫസ്റ്റിലേതാ 72/2025 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഇതിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് 73 വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. അത് മാത്രമേ പിന്നെ ആ നോട്ടിഫിക്കേഷനിൽ പറയുള്ളൂ കേട്ടോ. ഈ 73 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ നമ്മളിവിടെ പറയാത്ത അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടത്. ബാക്കി 71 ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. നല്ല അവസരമാണ്, മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 72/2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഇനി ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളും നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഞാൻ പറഞ്ഞു. ഇവിടെ പ്രത്യേകമായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ 73/2025 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് വിളിച്ചിരിക്കുന്നത് സ്വീപ്പർ, അതുപോലെ ഗാർഡനർ, അതുപോലെ വാട്ടർമാൻ, സാനിറ്ററി വർക്കർ, വാച്ച്മാൻ. അതാണ് നേരത്തെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു 72/2025 വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ചോപ്ഡർ, അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, അതുപോലെ റൂം ബോയ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ പോസ്റ്റിലേക്കും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം സിംഗിൾ കോമൺ റിട്ടൺ എക്സാമിനേഷനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഒന്നിലധികം എക്സാം ഒന്നുമില്ല. ഒരൊറ്റ ചെറിയൊരു എക്സാമാണ്, 60 മാർക്കിനിട്ട എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഈ പറയുന്ന ഇത്രയും പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചോപ്ഡർ, അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ്, റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, റൂം ബോയ്. അത് മാത്രമല്ല നിങ്ങൾക്ക് കാണാം സ്വീപ്പർ, ഗാർഡനർ, അതുപോലെ വാട്ടർമാൻ, സാനിറ്ററി വർക്കർ, വാച്ച്മാൻ, ഈ തുടങ്ങിയുള്ള പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ആവാനുള്ള സാധ്യത ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, മറ്റേതും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം വേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കാണിക്കാം. എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടോളൂ കേട്ടോ. നല്ല അവസരമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പ്രിഫറൻസ് ഒരു കാറ്റഗറി ഇവിടെ കറക്റ്റായിട്ട് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രിഫറൻസ് ക്രൈറ്റീരിയ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് അതിലും എനിക്ക് കിട്ടി, അതുപോലെ റൂം ബോയ് ആയിട്ട് കിട്ടി, അതുപോലെ ഗാർഡനറായി കിട്ടി.
അപ്പോൾ എനിക്ക് ഏതായിരിക്കും എൻ്റെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ഓർഡർ ഉണ്ടോ, നിങ്ങൾ 1, 2 എന്ന് പറഞ്ഞ സീരിയൽ നമ്പർ കൊടുത്ത ഈ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ ഓർഡറിൽ വന്നിരിക്കുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ്, അപ്പോൾ നിങ്ങളെ പോസ്റ്റ് ചെയ്യുക ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന തസ്തികയിലാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് റൂം ബോയോ അല്ലെങ്കിൽ ഗാർഡനറോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇതിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് കിട്ടുക. ആദ്യം കിട്ടാൻ സാധ്യത ഈ പറയുന്ന ചോബ്ദർ, അത് കഴിഞ്ഞിട്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, അത് കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, അത് കഴിഞ്ഞിട്ട് റൂം ബോയ്, അത് കഴിഞ്ഞിട്ട് സ്വീപ്പർ, അങ്ങനെ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്കെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. ഇത്രയും പോസ്റ്റിന് നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ എക്സാം എഴുതിയാൽ മതി. ആ എക്സാം എഴുതി നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് നിങ്ങൾക്ക് മാർക്ക് കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന പോസ്റ്റിലായിരിക്കും, പിന്നെ അങ്ങനെ ഒരു ഓർഡർ ആയിരിക്കും കേട്ടോ. ഒരു പ്രിഫറൻസ് അങ്ങനെയാണ് അത് കൊടുക്കുന്നത് അവർ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നോട്ടിഫിക്കേഷൻ നമ്പർ 73/2025 ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 72/2025 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫീയും അടയ്ക്കണം കേട്ടോ അതിലേക്ക്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ നമ്പർ 73, ഇത് വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. 72 ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീ ഉണ്ടാവും, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫീയും അടയ്ക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണല്ലോ ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഴിവും പാടം ഒന്ന് നോക്കാം നമുക്ക്. നമ്പർ ഓഫ് വേക്കൻസീസ്, ഇതിപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ 72 അല്ല നമ്മൾ പറഞ്ഞത്, അത് മറന്നു പോകുന്നു, ഒരു മിനിറ്റ്. യെസ്, 72/2025 വേക്കൻസി മാത്രമായിട്ട് അവിടെ കൊടുക്കുന്നത്. മറ്റേത് ജനറൽ ആയിട്ടൊരു ഇൻസ്ട്രക്ഷനാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 72/2025 വേക്കൻസിയാണ് നിങ്ങൾക്കൂടെ കാണാൻ. ചോബ്ദർ 12 വേക്കൻസി, ഓഫീസ് അസിസ്റ്റൻറ്റ് 137 വേക്കൻസി, റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് 87, റൂം ബോയ് 4 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മറ്റേത് വേറെ തന്നെ വേക്കൻസി ഉണ്ട് കേട്ടോ. സ്വീപ്പർ അതുപോലെ ഗാർഡനറൊക്കെ വേറെ തന്നെ വേക്കൻസി ഉണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ വരുമ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പേ സ്കിൽ കാണാം, 15,700 മുതൽ 58,100 ആണ്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ നിൽക്കണ കോമ്പൻസേറ്ററി അലവൻസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക വേക്കൻസി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പാടെ പറയാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ പറയാം ആദ്യം. വിട്ടുപോകുന്നു വിചാരിച്ചിട്ടോ, ഓർഡർ ആയിട്ടല്ല ഞാനിതിൽ എഡിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് വിട്ടുപോകുന്നു പേടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ പേജ് വൈസ് ചെയ്യുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ജസ്റ്റ് 8ാം ക്ലാസ് പാസ്സായിരിക്കുക. ഓക്കെ, 8ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ള കണ്ടീഷനാണ്. ഇനി നിങ്ങൾക്ക് SSLC പാസ്സാണെങ്കിലും അപ്ലൈ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. മാക്സിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് +2 സ്റ്റാൻഡേർഡാണ്, അതായത് +2 പാസ്സായിരിക്കുക. അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൻ്റെയും +2 അത്രേ പറ്റുള്ളൂ. അതായത് +2 കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രി എടുത്ത് പഠിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ്സും, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 9ാം ക്ലാസ് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. +1 നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. +2 കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി നിങ്ങൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എലിജിബിൾ അല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു എന്താണ് ക്വാളിഫിക്കേഷൻ വളരെ കുറഞ്ഞ ഒരു പോസ്റ്റാണ്, വേണ്ട ഒരു പോസ്റ്റാണ്. അതായത് മിനിമം 8ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് +2 പറ്റുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിക്കുന്നവരെന്താണ്, എന്നാൽ ഞാനിത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഹൈഡ് ചെയ്ത് വെച്ച് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്താണ്, അത് ഒരു നമുക്കെതിരെ അതിന് ആക്ഷൻ എടുക്കുമെന്ന് പ്രത്യേകം നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന് നിൽക്കരുത്. നിങ്ങൾ 8ാം ക്ലാസ് പാസ്സാണ്. നിങ്ങൾ ഡിഗ്രീൻ്റെ വേറെ ഉണ്ട്, ഡിഗ്രീൻ്റെ നോട്ടിഫിക്കേഷൻ വേറെ ഉണ്ട്. ഞാൻ പറയില്ലേ 71/2025 ഇത് ഡിഗ്രി കഴിഞ്ഞവർക്കുള്ളതാണ്, അത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷൻ ജസ്റ്റ് 8ാം ക്ലാസ് പാസ്സായിരിക്കുക മിനിമം. 8ാം ക്ലാസ് പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാം. 9ാം ക്ലാസ് പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് SSLC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി +1 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ പാടില്ല, ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. +2 ആണ് മാക്സിമം നിങ്ങൾക്ക് വേണ്ട ഉയർന്ന ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 8ൻ്റെയും +2ൻ്റെ ഇടയിൽ ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകത പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഉയർന്ന +2നേക്കാൾ മുകളിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല. അങ്ങനെ നിങ്ങൾ അത് മറച്ചു വെച്ച് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് പിന്നൽ ആക്ഷൻ ആണ്, അതായത് നിങ്ങൾക്കെതിരെ ഈ പറയുന്ന ആക്ഷൻ എടുക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1/7/2025 കണക്കാക്കിയിട്ടാണ്. ഇപ്പോൾ കേരളത്തിലുള്ള SC/ST OBC കാൻഡിഡേറ്റ്സിനൊന്നും റിസർവേഷൻ കിട്ടില്ല, എല്ലാവരും ജനറൽ ആയിട്ടാണ് പരിഗണിക്കുക. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ മിനിമം 18 to 32 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഏജ് ലിമിറ്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എന്നാൽ തമിഴ്നാടാണെങ്കിൽ അവർക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, അവർക്ക് 37 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ കേരളത്തിലുള്ളവർക്ക് ഈ പറയുന്ന 18 to 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കേരളത്തിലുള്ളവരുടെ കണ്ടീഷനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തമിഴ്നാടുള്ള ഉദ്യോഗാർത്ഥികളോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയുള്ള ഉദ്യോഗാർത്ഥികളോ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഈ SC/ST OBC ഇങ്ങനെയുള്ള റിസർവേഷനും ഏജ് റിലാക്സേഷനൊക്കെ കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ പേഴ്സൺ ബിലോങ് ടു അതർ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് തമിഴ്നാടും അല്ല, നമ്മുടെ പോണ്ടിച്ചേരിയും അല്ല, അവിടെ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലാതെ പുറത്തുള്ള മറ്റു സ്റ്റേറ്റിൽ, അതായത് കേരളം പോലെയുള്ള അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ അവരെ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് നിങ്ങളുടെ കാറ്റഗറി കൊടുക്കുക. ഈവൻ നിങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ, ഇപ്പോൾ കേരളത്തിൽ നമ്മളെന്താണ് SC/ST OBC ഒക്കെ ആയിരിക്കാം, EWS ഒക്കെ ആയിരിക്കാം, പക്ഷേ നമ്മളുടെ കാറ്റഗറി നമ്മൾ എന്ത് ചെയ്ത് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിയാതെ കൊടുത്തു പോകരുത്. നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ജനറൽ കാറ്റഗറി, അതായത് UR ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറി എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്താണ് SC/ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആക്കുമെന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ജനറൽ കാറ്റഗറി ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ കാറ്റഗറി നമ്മൾ SC/ST OBC EWS ഒന്നും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല, കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ അത് സ്റ്റേറ്റിലുള്ളവർ. അപ്പോൾ തമിഴ്നാടുള്ളവർ മാത്രമാണെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോണ്ടിച്ചേരിയുള്ളവർ മാത്രമാണ് ഈ പറയുന്ന റിലാക്സേഷനും ഏജ് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷനും അവരുടെ അതായത് കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുകയുള്ളൂ. അത് സ്റ്റേറ്റിലുള്ളവർക്ക് അത് കിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കിട്ടില്ല എന്ന് മാത്രമല്ല, ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് ജനറൽ കാറ്റഗറി ആയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളാണ്. ഇതിലേക്ക് എന്താണ്, ജസ്റ്റ് 8ാം ക്ലാസ് പാസ്സായിരിക്കുക, മാക്സിമം നിങ്ങൾക്ക് +2 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിഗ്രി ഒന്നും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കൊക്കെ ഉണ്ടാവും, അതായത് കുറച്ച് പ്രിഫറൻസ് അവർ പറയുന്നുണ്ട്, കുറച്ച് മുൻഗണന. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനോ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ജോലി കിട്ടാനോ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ കുറച്ചും പാടെ ഒരു മുൻഗണന, ഒരു ചെറിയ മാർക്ക് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർ കുറച്ചും പാടെ ഒരു പ്രിഫറൻസ് ആർക്കൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കുറച്ചും പാടെ മുൻഗണന കൊടുക്കേണ്ടത്. കുക്കിങ്ങിലും അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങിലുള്ളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും പാടെ മുൻഗണന കിട്ടും, നമുക്കൊരു മാർക്ക് കിട്ടും. മാർക്ക് എത്ര എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. സെലക്ഷൻ്റെ ഭാഗമായിട്ട് 1-2 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിലൂടെ നമ്മുടെ റാങ്ക് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ലാതെ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇത് നിർബന്ധമുള്ള കാര്യമേ അല്ല എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പ്രിഫറൻസ് ആണ്, അവർ കുറച്ചും പാടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഉദ്യോഗാർത്ഥികൾക്കാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാത്തവർക്കും ഈ പറയുന്ന ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, LMBയും വേണ്ട, അതുപോലെ എക്സ്പീരിയൻസും വേണ്ട. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 8ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ +1 +2 പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷനും വേണ്ട, കൺഫ്യൂഷൻ അടിക്കേണ്ട, ഇത് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിശ്ചിത വെയിറ്റേജ് കിട്ടും. അതിലൂടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കുറച്ച് മുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങളെ സഹായിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് 1 year ക്രാഫ്റ്റ് കോഴ്സ് ആണ്. അത് ഈ പറയുന്ന നിങ്ങളുടെ ഹൗസ് കീപ്പിങ്ങിലോ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബീവറേജിലോ അല്ലെങ്കിൽ കുക്ക് ബേക്കറി ഇതുമായി ബന്ധപ്പെട്ടുള്ള 1 year എന്തെങ്കിലും ക്രാഫ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് ഒരു മുൻഗണന ലഭിക്കും. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മേഖലയുമായി ഉണ്ടെങ്കിൽ അതിനും ഒരു ചെറിയ മുൻഗണന ലഭിക്കും. അതുപോലെ തന്നെ തമിഴും ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നതിന് അതിനും കുറച്ചൊരു മുൻഗണന അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിനും ഈ പറയുന്ന റെസിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് കേട്ടോ. ബാക്കി പോസ്റ്റിനൊന്നും അവർ ഈ പറയുന്ന മുൻഗണന കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ 2 കാറ്റഗറി പോസ്റ്റിന് മാത്രമാണ് അവർ പറയുന്നത് കേട്ടോ. ബാക്കിയുള്ള പോസ്റ്റിനൊന്നും നിശ്ചിത വെയിറ്റേജോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുക. കാരണം അതിൻ്റെ ഒരു നിശ്ചിത വെയിറ്റേജ് മാർക്ക് ഈ പറയുന്ന 2 പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് യാതൊരു ഇത് നിർബന്ധമേ അല്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരാരുടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം.
ഇനി അപേക്ഷാ ഫീസ് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ കേരളത്തിലുള്ള ഒരു 500 രൂപയാണ് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ SC/ST OBC ഇങ്ങനെ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ തമിഴ്നാടുള്ളവർക്കൊക്കെ യാതൊരു ഫീസും വേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ കേരളത്തിലുള്ളവർക്ക് 500 രൂപ ഫീ അടയ്ക്കണം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോമൺ റിട്ടൺ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇത് ഞാൻ കോമൺ ആയിട്ട് പറയാം, നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് പറയാം. ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് 73/2025 കൂടെ കാണാം. 73/2025 രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇത് സെയിം ഡേറ്റ് തന്നെയാണ്. 5/5 മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇന്ന് മുതൽ, അതായത് 6/4/2025 മുതൽ നിങ്ങൾക്ക് 5/5/2025 വരെ അപ്ലൈ ചെയ്യാം. ഫീ അടയ്ക്കേണ്ട അവസാന തീയതി 6/5 ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സ്വീപ്പർ, ഗാർഡനർ, അതുപോലെ വാട്ടർമാൻ, അതുപോലെ സാനിറ്ററി വർക്കർ, അതുപോലെ വാച്ച്മാൻ തുടങ്ങിയ വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. 72/2025 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് 73 ആണല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചോബ്ദർ, ഓഫീസ് അസിസ്റ്റൻറ്റ്, റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ഇതെല്ലാം സിംഗിൾ എക്സാം ആണെന്ന് തന്നെയാണ്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന 73/2025 എന്ന് പറയുന്ന പോസ്റ്റിലേക്കും നിങ്ങൾക്ക് 72/2025 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യണം. പക്ഷേ എക്സാം നിങ്ങൾക്ക് ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഇതിൽ പറഞ്ഞതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും സെയിം ക്വാളിഫിക്കേഷനാണ്, നമുക്കതിൽ കൂടുതലായിട്ടൊന്നും പറയാനുള്ള. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് 73, ഗാർഡനർ 24, വാട്ടർമാൻ 2, സാനിറ്ററി വർക്കർ 49, വാച്ച്മാൻ നിങ്ങൾക്ക് 4 വേക്കൻസിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പേ ലെവൽ 15,700 മുതൽ 58,200 പ്ലസ് നിങ്ങൾക്ക് സ്പെഷ്യൽ കമ്പൻസേറ്ററി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ ഏജ് ലിമിറ്റ് ആണ് ഈ പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് 18 മിനിമം, മാക്സിമം 32 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ കാണാം. മിനിമം 8ാം ക്ലാസ് പാസ്സായിരിക്കാം, മാക്സിമം പോയാൽ +2 ആണ്. +2 വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 8 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം, 9th സ്റ്റാൻഡേർഡ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം, 10th കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, +1 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എന്തുണ്ടാകാൻ പാടില്ല, ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഡിപ്ലോമ കാര്യങ്ങളൊന്നാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡിപ്ലോമ ഒക്കെ ശരിക്കും +2 ഇക്വലൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഡിപ്ലോമ പ്രശ്നമില്ല, ഗ്രാജുവേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടെ ഫീസൊക്കെ സെയിം തന്നെയാണ്, കേരളത്തിൽ ഒരു 500 രൂപ ഫീ അടയ്ക്കണം. അതോടൊപ്പം തന്നെ മോഡ് ഓഫ് സെലക്ഷൻ ഇതിൻ്റെതും മറ്റേതിൻ്റെ സെയിം ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ 72/2025 73/2025 സെയിം ആണ്. അതിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മോഡ് ഓഫ് സെലക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ കോമൺ റിട്ടൺ എക്സാമിനേഷൻ ആണ്, ഒരൊറ്റ എക്സാം ആണ്. ഈ 2 നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് എഴുതിയാൽ മതി, ഒരൊറ്റ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, 3 ഘട്ടമാണ്. ഇതിൽ നിങ്ങൾക്ക് 65 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക, 90 മിനിറ്റ് ഡ്യൂറേഷൻ ആണ്. ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക, അതായത് നിങ്ങൾക്ക് ചോയ്സ് ആണ്. അതിൽ പാർട്ടുകൾ, ഇത് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട, പാർട്ടുകൾ തമിഴ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. അതായത് 10th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്കീം വരുന്നത് 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് തമിഴ് ലാംഗ്വേജിലുള്ള നോളജാണ് ചെക്ക് ചെയ്യുന്നത്. മാക്സിമം 25 മാർക്കാണ്. 10 മാർക്ക് നമ്മൾ നേടിയാൽ മതി ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങൾ ഈ പറയുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ഒപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തമിഴിന് പകരം ഇംഗ്ലീഷ് ഒപ്റ്റ് ചെയ്തത് ഇംഗ്ലീഷിലെ ഒരു ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക, തമിഴ് ഉണ്ടാവില്ല കേട്ടോ. PH കാൻഡിഡേറ്റ്സ് അവർ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയുള്ള ഉദ്യോഗാർത്ഥികൾ PWBD കാൻഡിഡേറ്റ്സ് ഇല്ല, അവർ ഒപ്റ്റ് ചെയ്യുമ്പം അവരുടെ ആ ഒരു കാര്യങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തമിഴിൽ നിന്ന് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം പാർട്ടിൽ വെറും 25 ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്, 10th സ്റ്റാൻഡേർഡ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു തമിഴ് എലിജിബിലിറ്റി ടെസ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ അതിലേതെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക, നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കറക്കി കുത്താൻ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ധൈര്യമായിട്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ കുറേ ഇങ്ങനെ നിന്നു, അത് ചെയ്യണ്ടേ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഈ 10 മാർക്ക് നേടിയ നമ്മളത് ആ ഒരു സെക്ഷൻ നമ്മൾ ക്വാളിഫൈ ചെയ്തു 25-ൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആകും എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തമിഴൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു നിശ്ചിത ടൈം ഉണ്ടല്ലോ എക്സാമിന്, എന്തായാലും 2-3 മാസമൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു ഓപ്ഷനും ഉണ്ട്. ബേസിക്കാണ്, 10th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് പിന്നെ അടുത്ത് വരുന്ന പാർട്ട് ബിയിൽ ബേസിക് നോളജാണ്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എക്സാം ഉണ്ടാവും, തമിഴ് മാത്രമല്ല ഇംഗ്ലീഷിലും ഉണ്ടാവും. 40 മാർക്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് തമിഴ് എലിജിബിലിറ്റി ആണ്, ജനറൽ തമിഴ്. PH കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജനറൽ ഇംഗ്ലീഷാണ് ഉണ്ടാകുക. അപ്പോൾ പാർട്ട് ബിയിൽ ബേസിക് നോളജിൽ
നിങ്ങൾക്ക് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ്, ഹൈജീൻ, ഫുഡ് ആൻഡ് ബിയറേജ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിലും എക്സാം ഉണ്ടായിരിക്കും, അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ചെബ്ദ അതുപോലെ റൂം ബോയ് ഒക്കെ ആണെങ്കിൽ 40 മാർക്കിന് ഈ പറയുന്ന നിൽക്കണം ഹൈജീൻ, അതുപോലെ ഓഫീസ് വെൽ കീപ്പിംഗ്, അങ്ങനെ കുറച്ച് ടാസ്കുകളുണ്ടാകുക. അങ്ങനെ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇനി ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഹൗസ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ടും കുക്കിങ്ങുമായി ബന്ധപ്പെട്ടും 40 മാർക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ കുക്കിങ്ങിൽ 20, സ്വീപ്പിംഗ് ആൻഡ് സാനിറ്റേഷനിൽ 10 മാർക്ക്, ക്ലീനിങ് ആൻഡ് ഗാർഡൻ 10 മാർക്ക്, ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അത് ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്, വലിയൊരു സംഭവം അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെയിറ്റേജ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ഒരു 3 മാർക്ക് എക്സ്ട്രാ കിട്ടും. അപ്പം നിങ്ങളുടെ റാങ്ക് എന്തെങ്കിലും കുറച്ച് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കുക്കിങ്ങിലുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു മാർക്ക് എക്സ്ട്രാ കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹൗസ് കീപ്പിങ്ങിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനൊരു മാർക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വെയിറ്റേജ്, എക്സ്ട്രാ നമുക്കൊരു വെയിറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ആണെങ്കിൽ LMB ഉണ്ടെങ്കിൽ ഒരു 3 മാർക്ക് എക്സ്ട്രാ കിട്ടും. ഹൗസ് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടും. പിന്നെ ഫുഡ് ആൻഡ് ബിവറേജ്, കുക്കിംഗ്, ബേക്കറിയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾ ഓൺലൈൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. നിർബന്ധമില്ല, കൊടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്ക് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. ഇത്രയാണ് ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റർ നമുക്ക് ചെന്നൈയിലായിരിക്കും. അത് അവർ തീരുമാനിക്കട്ടോ. കൂടുതൽ അപേക്ഷ കേരളത്തിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ കേരളത്തിൽ സെൻറ്റർ വെക്കുമെന്ന് അറിയില്ല. മേ ബി അവർ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. കോയമ്പത്തൂർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ, അപ്പോൾ അതൊക്കെ വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ. നമ്മൾ 72/2025 ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതേ സ്കീം ഓഫ് എക്സാമിനേഷൻ തന്നെയാണ് നമ്മുടെ 73/2025. ഞാൻ പറഞ്ഞല്ലോ ഇതാ ഈ ഒരു നോട്ടിഫിക്കേഷൻ 73/2025 നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളില്ലേ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്കും ഞാൻ കാണിക്കാം. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വീപ്പർ, ഗാർഡനർ, അതുപോലെ വാട്ടർമാൻ, സാനിറ്ററി വർക്കർ, വാച്ച്മാൻ, ഈ പറയുന്ന പോസ്റ്റിനും ഇതേ എക്സാം സ്കീമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ വരിക. സ്കീം ഓഫ് എക്സാമിനേഷൻ സെയിം ആണ്, ക്വാളിഫിക്കേഷൻ സെയിം ആണ്. അപ്പോൾ ഇത്രയാണ് ഈ 2 നോട്ടിഫിക്കേഷൻ. ഇനി ഈ 2 നോട്ടിഫിക്കേഷൻ കൂടാതെ ഒരു നോട്ടിഫിക്കേഷൻ പാടെ ഉണ്ട്. ഞാൻ പറഞ്ഞു 71/2025. ഇതിൻ്റെ ഡീറ്റെയിൽ പാടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, ഇനി ഇതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. 71/2025 ഇതിൽ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 5/5/2025 മുതൽ 5/5/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 5/5, ഫീ അടയ്ക്കേണ്ടത് 6/5. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ടു ദ ഹോണറബിൾ ജഡ്ജ്, അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി ടു ദ രജിസ്ട്രാർ ജനറൽ, അതുപോലെ പേഴ്സണൽ അസിസ്റ്റന്റ് ടു ദ രജിസ്ട്രാർ, അതുപോലെ പേഴ്സണൽ ക്ലർക്കാണ് ടു ദ ഡെപ്യൂട്ടി രജിസ്ട്രാർസ്. ഇങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലും അപ്ലിക്കബിൾ ആണ്. കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമുക്ക് റിസർവേഷനോ ഏജ് റിലാക്സേഷനോ കിട്ടില്ല. നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതും. വാക്കൻസീസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓരോന്നിൻ്റെയും എന്താണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് 28, പ്രൈവറ്റ് സെക്രട്ടറി 1 വേക്കൻസി, പേഴ്സണൽ അസിസ്റ്റൻറ്റ് 14 വേക്കൻസി, പേഴ്സണൽ ക്ലർക്ക് 4 വേക്കൻസി. പാലോയിലൊക്കെ കാണാം 55,000 മുതൽ 2,05,700 അപ്പോൾ അത്യാവശ്യം നല്ല സ്കെയിലും ഓട്ടോണറി അലവൻസും ഒക്കെ ഉള്ളതാണ്. ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കേരളത്തിലുള്ളവരാണെങ്കിൽ 32 വയസ്സ് വരെ നിങ്ങൾക്ക് മാക്സിമം ഏജ് ലിമിറ്റ് കിട്ടും. 32 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റും അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് BA, BSc, BCom അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് MBBS പോലെയുള്ള മെഡിക്കലുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എനി ഡിഗ്രിയാണ് പറയുന്നത്. ഓക്കെ, എനി ഡിഗ്രി നമ്മൾ ഈ പറയുന്ന +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എനി ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ, എനി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല. ജസ്റ്റ് ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ ടൈപ്പ് റൈറ്റിങ്ങിലുള്ള കുറച്ച് ഷോർട്ട് ഹാൻഡ് അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസും പാടെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാം നിങ്ങൾക്ക് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള ഈ പറയുന്ന ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ്, ഗവൺമെൻറ് അംഗീകൃതമായുള്ള ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ്, അതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹയർ അല്ലെങ്കിൽ സീനിയർ ഗ്രേഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് തമിഴ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഓർ സീനിയർ ഗ്രേഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഷോർട്ട് ഹാൻഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലുള്ള മറ്റൊരു ക്രൈറ്റീരിയ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് പ്രശ്നമില്ല. അതായത് നമുക്ക് ഈ പറയുന്ന ഇവിടെ കാണാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓൺ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന, അതായത് ഓഫീസ് ഓട്ടോമേഷനിലുള്ള ഒരു കമ്പ്യൂട്ടർ നമുക്ക് ഒരു കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഓക്കെ, അതായത്
നമുക്ക് ഓഫീസ് ഓട്ടോമേഷനിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് ക്വാളിഫിക്കേഷൻ നിങ്ങൾ സെറ്റാക്കിയാൽ മതി, നിങ്ങൾ ആ ഒരു ഓഫീസ് ഓട്ടോമേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇതൊരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് പറയാത്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫീസ് ഓട്ടോമേഷനിലുള്ള കോഴ്സ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി നിങ്ങൾ ഡിഗ്രി, ഡിപ്ലോമ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഇതൊക്കെ ബന്ധപ്പെട്ട് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫീസ് ഓട്ടോമേഷൻ്റെ കോഴ്സ് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അത് അതിന് ഇക്വലൻ്റ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ ആ പ്രശ്നം തീർന്നു അവിടെ. ഓക്കെ, അപ്പോൾ അതെല്ലാ പോസ്റ്റിലേക്കും അത് ഒരേ മാതിരി തന്നെയാണ്. ഇനി അടുത്തത് വരുന്നത് പേഴ്സണൽ അസിസ്റ്റൻറ്റും അതുപോലെ പേഴ്സണൽ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ BA, BSc, BCom മെതൻ MBBS അല്ലെങ്കിൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട ഗ്രാജുവേഷനോ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഗ്രാജുവേഷനോ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ പറയുന്ന പാസ്ഡ് ദ ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻസ് ആയിട്ടുള്ള ഈ പറയുന്ന ഇംഗ്ലീഷ്, തമിഴ്, ഷോർട്ട് ഹാൻഡ്, ഹയർ ഓർ സീനിയർ, ഇതിലേതെങ്കിലും ഹയറോ അല്ലെങ്കിൽ സീനിയർ ഗ്രേഡ്, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഓർ ഗ്രേഡോ നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു വലിയൊരു ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഉണ്ടോ എന്ന് അറിയില്ല, അതാണ് പ്രശ്നം. ഈ ഒരു ലാസ്റ്റ് കോളം, അതായത് അതർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമുക്ക് മാൻഡറ്ററി അല്ല, നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാലും നിങ്ങളത് ക്വാളിഫൈ ചെയ്താൽ മതി. ഇനി കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഇക്വലൻ്റ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപേക്ഷ ഫീസ് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ പേഴ്സണൽ അസിസ്റ്റൻറ്റ് 1200, പിന്നെ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ക്ലർക്ക് 1000, 800, അതുപോലെ മറ്റേ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ടു രജിസ്ട്രാർ അതിൽ നിങ്ങൾക്ക് 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ അതാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഇനി ഇതിൻ്റെ മറ്റു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ, സ്കിൽ ടെസ്റ്റ്, അതുപോലെ വൈവ ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനേഷൻ നിങ്ങൾക്കിവിടെ കാണാം. പാർട്ട് A SSLC സ്റ്റാൻഡേർഡ് ബേസ് തമിഴ് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റിനെ പോലെ തന്നെ. അതിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാർട്ട് B ഡിഗ്രി സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്, അതായത് ഹാൻഡ് റിട്ടൺ എക്സാമിനേഷൻ ആണ് കേട്ടോ. നിങ്ങൾ പേപ്പറും പെന്നൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്, അതായത് എസ്സേ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ സ്കീം. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്കിൽ ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓരോന്നിനും നോക്കാവുന്നതാണ്. ടൈപ്പിംഗ് ടെസ്റ്റും സ്റ്റെനോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് വിശദമാക്കുന്നത്. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ എന്നുള്ള ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക, GFC എജുലാൻഡിൻ്റെ. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലേറ്റസ്റ്റ് ജോബ്സിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ഇതൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. മദ്രാസ് ഹൈക്കോർട്ട് 3 നോട്ടിഫിക്കേഷൻ ഞാൻ 3 സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പം ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ. ഓക്കെ, റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതിവിടെ കാണാം മദ്രാസ് ഹൈക്കോർട്ട്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം നിങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ്, റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ചോബ് ദർദിൻ്റെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുക്കാണ്. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങിയാൽ അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ വേറൊരു ബുക്കും പാട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അത് ഡയറക്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആമസോണിൻ്റെ ഡയറക്റ്റ് ലിങ്കാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 72/2025 ആണ്. നിങ്ങൾക്ക് മറ്റു നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 73/2025, 71/2025 ഏറ്റവും മുകളിലും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 അടുപ്പിച്ച് വന്നാണ്. അപ്പോൾ ഈ നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യണം, എന്നാലേ അത് കാണുള്ളൂ കേട്ടോ. ഇവിടെ കാണില്ല, ഇവിടെ 5 നിൽക്കുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എന്ത് ചെയ്യും, ഇവിടെ മുകളിൽ നിൽക്കും, ബാക്കി താഴോട്ട് പോയി ഇവിടുന്ന് ഡിസപ്പിയർ ആവും. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം കാണാം, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താ ഇവിടെ കാണാം നിങ്ങൾക്ക് മദ്രാസ് ഹൈക്കോർട്ട് റിക്രൂട്ട്മെന്റ് പോർട്ടലിലേക്കാണ് നമ്മൾ വന്നത്. ഈ റിക്രൂട്ട്മെന്റ് പോർട്ടൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ റൈറ്റ് സൈഡിലുള്ളതൊക്കെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ കാണിച്ച നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലീസ് ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്യാനുള്ളത്. ഇത് ലോഗിൻ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് ഫ്രഷ് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണം ലോഗിൻ ഓർ ഫ്രഷ് രജിസ്ട്രേഷൻ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നെങ്കിൽ ഫ്രഷ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഈ ഫ്രഷ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ നെയിം, പാസ്വേഡ് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുക, കൺഫേം ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ച കോഡ് അടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കാം. അങ്ങനെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും, അത് പേജ് ലോഡായിട്ട് എന്ത് ചെയ്യും, പോകും. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അവിടെ കാണിക്കില്ല. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം വെച്ചാൽ ലോഗിൻ എന്നുള്ള ബട്ടണാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ലോഗിൻ. ഈ ലോഗിൻ എന്നുള്ള ബട്ടൺ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ലോഗിൻ എന്നുള്ള ബട്ടൺ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ
യൂസർ നെയിം ആയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത മെയിൽ ഐ ഡി ആണ്. ആ മെയിൽ ഐ ഡി അവിടെ യൂസർ നെയിം ആയിട്ട് കൊടുക്കുക. നമ്മൾ കൊടുത്ത പാസ്വേഡ് അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഇതിൻ്റെ ഈ പാസ്വേഡിൻ്റെ അടിയിൽ ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിത് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് എന്ത് ചെയ്ത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എനിക്കിവിടെ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ കോളം ഉണ്ടല്ലോ, ഈ കോളത്തിൻ്റെ അടിയിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കേട്ടോ, ഓക്കെ, രജിസ്റ്റർ ചെയ്ത് ആദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ പാസ്വേഡിൻ്റെ താഴെ ഇവിടെ ഒരു കോളം പാട് ഉണ്ടാവും, എക്സ്ട്രാ ഒരു കോളം ഉണ്ടാവും, നിങ്ങൾക്ക് OTP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിയാൽ മതി, നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ടാവും. ആ OTP അവിടെ അടിച്ചു കൊടുത്ത് ക്യാപ്ച അടിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുള്ളി ലോഗിനായി. പിന്നെ OTP ചോദിക്കില്ല, ഫസ്റ്റ് ലോഗിനിലാണ് OTP ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രഷ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, നമ്മളെന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക, പേജ് ലോഡാവും, ജസ്റ്റ് എന്ത് ചെയ്യും അത് ക്ലോസ് ആയി ഈ പേജിലേക്ക് തന്നെ വരും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങളെ മെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ആ പാസ്വേഡിൻ്റെ അടിയിൽ ഒരു പുതിയ കോളം പാട് ഉണ്ടാവും, നിങ്ങൾ OTP എന്ന് പറയുന്ന കോളം ഉണ്ടാവും. നിങ്ങൾ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുക കേട്ടോ. OTP എന്നുള്ള കോളം ഉണ്ടാവും. ആ OTP എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന് OTP അടിച്ചു കൊടുക്കുക, ഈ ക്യാപ്ച അടിക്കുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി, അത് ലോഗിൻ സക്സസ്ഫുൾ ആയി. പിന്നെ OTP ചോദിക്കില്ല. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന മെയിൽ ഐ ഡി ഇതും കൊടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഇത് കൊടുത്ത് ലോഗിൻ ചെയ്തു. അപ്പോൾ കറണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 നോട്ടിഫിക്കേഷൻ ആണ്, 73/2025, 72/2022. രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ എക്സാമാണ്. ഇതിന് രണ്ടിനും ഒരു എക്സാമാണ്, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം. 71/2025 ഇനി സെപ്പറേറ്റ് എക്സാം തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമ്മളത് ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ, കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് ഒക്കെ തരികയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു തരാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.